ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ചിക്കൻ വെച്ചിട്ടൊരു സ്പൈസി ഹോട്ട് ഹണി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കനായിട്ട് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പൊടികളായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ഒരു അര അടപ്പിൽ നമുക്ക് കുറച്ച് വിനാഗിരി വേണം, പിന്നെ ഒരടപ്പ് സോയാ സോസ്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കണം. അതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി സമയം ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കുക. അപ്പോൾ ചട്ടി ചൂടാക്കി എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഭയങ്കര സിമ്പിളാട്ടോ. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. സ്പൈസിയും ഒരു നമ്മൾ ഹണി ഒഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മധുരവും എരിവും എല്ലാം കൂടി ചേരുമ്പോൾ അടിപൊളിയാട്ടോ. ഒരു മസ്റ്റ് ഐറ്റം തന്നെയാട്ടോ. പിന്നെ ഞാൻ ഇത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കണം. കാരണം ഈ ഒരു ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കനെല്ലാം കോരി മാറ്റാം. കണ്ടില്ലേ, ഞാൻ എല്ലാ ചിക്കനും കോരി മാറ്റാം നമുക്ക്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ മേടിച്ചാൽ ഇങ്ങനെയേ ഉണ്ടാക്കുള്ളൂ, അത് ഉറപ്പാണ്. അത്രയ്ക്ക് ടേസ്റ്റാട്ടോ. ഇനി നമുക്ക് അതിനകത്തുനിന്ന് കുറച്ച് എണ്ണ മാറ്റി അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും സ്പ്രിംഗ് ഒനിയനും കുറച്ച് പച്ചമുളകും. ഞാൻ സ്പൈസിയാണെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം മുളക് പൊടി കൂടാതെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒത്തിരി നേരമൊന്നും എണ്ണ കിടക്കേണ്ട, അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വലിയ സ്പൂൺ കണ്ടില്ലേ, അതിനൊരു സ്പൂൺ ഹണിയും 1 സ്പൂൺ ചില്ലി സോസുമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. സോയാ സോസ്. എനിക്ക് സോസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ ഇത്ര വെച്ച് നന്നായിട്ട് മിക്സ് ആയിട്ട് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അങ്ങ് എടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് ചൂടായാൽ മതി. മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ അത്രയും മതി. പരിപാടി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇത് കണ്ടില്ലേ, അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ടേസ്റ്റ് സൂപ്പറാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.